പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ തിരുവചനം സംസാരിക്കുന്നത് പാസ്റ്റർ ജോൺ പോൾ, തിരുവനന്തപുരം. കർത്താവിൻ്റെ ദാസൻ കുറേ നാളുകൾക്ക് മുൻപ് നമ്മുടെ ഈ പ്രയർ ലൈനിലെ തിരുവചനം സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തുള്ള ഒരു ചർച്ചിൻ്റെ, ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൻ്റെ ശുശ്രൂഷകരായിട്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. നമ്മുടെ റെജി കോഷി ബ്രദറാണ് പാസ്റ്ററിനെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കർത്താവിൻ്റെ ദാസൻ ആ, ആ, എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് ആ ഒരു പ്രാർത്ഥന വാട്സാപ്പിൽ ഇടും. ഞാൻ അത് കാണാറുണ്ട്. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആ, ആ, തിരുവനന്തപുരത്തിൽ നിന്നും അതുപോലെ തന്നെ ചുരുക്കമായിട്ട് സാക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ പറയുന്നെങ്കിൽ അത് ഔചിത്യം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ആത്മാവ് നടത്തുന്നത് പോലെ പറയുന്നതിനുള്ള സാവകാശമുണ്ട്. അടുത്ത 30 മിനിറ്റ് ഉണ്ട്. ഇന്ത്യൻ സമയം 6:58 7 വരെ കർത്താവിൻ്റെ ദാസന് സമയമുണ്ട്. കർത്താവിൻ്റെ ദാസൻ തിരുവനന്തപുരം സംസാരിക്കുമ്പോൾ ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ കേൾവിക്കാരായിട്ട് മാത്രമല്ലല്ലോ നമ്മളിരിക്കുന്നത്. കേൾവിക്കാരായിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട് കർത്താവിൻ്റെ ആ വചനത്തിൽ ശക്തിപ്പെട്ട് നമ്മൾ ഇരിക്കുക ആ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാസ്റ്റർ ജോൺ പോൾ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഞാന് ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തു. ഇടയ്ക്ക് അല്ലാതെ 1-2 മീറ്റിങ്ങിന് ഞാനും വചനം കേൾക്കാനിരുന്നു. എനിക്ക് ഇരിക്കാൻ പറ്റാത്തതിന്റെ വിഷയം, ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കും, 6 മണി വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ നടക്കാൻ പോകും. കാരണം അത് ഡോക്ടർ പറഞ്ഞു, ഞാൻ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ്, അത് നടന്നേ പറ്റുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് മുഖ്യമായി. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ ഇയർഫോൺ വെച്ച് മെസ്സേജ് എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോ ഇതാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഈ ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയരുത്. അത് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. 1. 2, എന്നെ കുറിച്ച് 2 വാക്ക് പറയാം. എൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞതുപോലെ പാസ്റ്റർ ജോൺ പോൾ. 35 വർഷമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. 22ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 2 വേദപഠന സ്കൂളിൽ പഠനം നടത്തി. ഡൽഹിയിൽ 20 വർഷം താമസിച്ചു. 3 ഹിന്ദി സഭ സ്ഥാപിച്ചു. അവിടെയും മലയാളം. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഒരു മലയാള സഭ സ്ഥാപിച്ചു. ഇപ്പോൾ മറ്റൊരു ഇൻഡിപെൻഡൻസ് സഭയിൽ ആയിരിക്കുന്നു. കുറച്ചു നാള് സഭാ ചാർജ് ഇല്ലായിരുന്നു ഈ അറ്റാക്കൊക്കെ വന്നതിന് ശേഷം. പക്ഷെ വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരുപാട് മുഖവിര പറഞ്ഞൊന്നും ഡയലോഗ് അടിച്ച് ഈ സമയം കൊല്ലിക്കുന്നില്ല. ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവവചനം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം എടുക്കുക. ഞാൻ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. നീ ദൈവത്തിന്റെ ദാനം നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കും, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. സ്തോത്രം. 2 ക്വസ്റ്റ്യൻ യേശു തമ്പുരാൻ ചോദിച്ചുകൊണ്ട് ഒരു സഹോദരിയുമായിട്ടുള്ള സംഭാഷണമാണ്. ചരിത്രം വ്യക്തമായി കാണാപ്പാടം ആയതുകൊണ്ട് ചരിത്രം എന്ന് പറയുമ്പോൾ ഈ സംഭവം, ഇതിന്റെ പിന്നാമ്പുറത്തെ ചരിത്രം ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കിയാല് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. ഈ സഹോദരി നമുക്കറിയാം, ജാതീയ സ്ത്രീയാണ്, ശമരിയ സ്ത്രീയാണ്. നമ്മളെല്ലാം ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ കൂടെയുള്ള ദൈവീക ദൂതാണ് ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നന്ദിയോട് സ്തോത്രം.
യേശുക്രിസ്തു ഈ സംഭാഷണം നടത്തുമ്പോൾ ആ സഹോദരി മാത്രമേ ഉള്ളൂ. യേശുവും തമ്മിലുള്ള ഒരു വലിയ സംഭാഷണം അതിൽ പറഞ്ഞിട്ട് അവസാനം അതിൽ പറയുന്നത് ഈ സഹോദരി മുഖാന്തരം ആ ദേശം മുഴുവനും സുവിശേഷീകരിച്ചു. ഞാൻ പലപ്പോഴും വണ്ടറായി ഇരുന്നിട്ടുണ്ട്. ഒരു സഹോദരി മുഖാന്തരം, അതും നാട്ടുഭാഷയെ പറഞ്ഞ ഒന്നിനും കൊള്ളാതാത്ത, എല്ലാവരും കല്ലെടുത്തെറിയുന്ന, എല്ലാവരും മോശമായി പറയുന്ന ഈ സഹോദരിയെ ദൈവം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ്. നന്ദിയോട് സ്തോത്രം. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി ഈ ഭാഗത്തേക്ക് കടന്നു വന്ന് ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ചരിത്രം കൂടുതലൊന്നും പറയുന്നില്ല, എങ്കിലും തൊട്ടൊന്നോ അതിൽ വരുന്ന ദൂതുകൾ മാത്രം പിറക്കിയെടുത്ത് ഹാലിൽ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം 12 ഗോത്രങ്ങളെ ദൈവം ഭൂമിയിൽ ആക്കി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അതിൽ കൂടെ യാക്കോബിൽ കൂടെ 12 ഗോത്രങ്ങൾ വന്നു. 12 ഗോത്രങ്ങളില് 10 ഗോത്രക്കാരെ അശൂറുകാര് പിടിച്ചുകൊണ്ടുപോയി. അശൂറുകാര് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവരുടെ രാജാവ്, അശൂർ രാജാവിനൊരു വിഷയമുണ്ട്. അവരുടെ ഈ ഇസ്രായേലിലെ ആണുങ്ങളെല്ലാം കൊന്നിട്ട് കൊന്നിട്ട് ഇവരുടെ പെണ്ണുങ്ങളെ അവര് വിവാഹം കഴിച്ച് അങ്ങനെ ഇടകലർന്ന് ജീവിക്കുക മാത്രവുമല്ല, അവിടെ ഉള്ള അശൂരിലുള്ള ആണുങ്ങളെ എല്ലാം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവിടെ ഉള്ള കുറച്ച് പെണ്ണുങ്ങളെ, ബാക്കി ആണുങ്ങളെ എല്ലാം കൊണ്ടുവന്ന് ഈ ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചു. അങ്ങനെ 10 ഗോത്രം അതിലേക്ക് ഇഴുകിച്ചേർന്നു എന്ന് ചരിത്രം നമ്മെ മനസ്സിലാക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ പല വിഷയങ്ങളും പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിൽ പല വ്യക്തികളും ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ അന്യജാതിയിൽ നിന്ന് അനേകരെ രക്ഷയിലേക്ക് വരണമെന്നുമെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് സഭയിലും ഇതുപോലെ തന്നെ ചില സംഭവങ്ങൾ നടക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവര്, അല്ലെങ്കിൽ ഹിന്ദു ആകട്ടെ മുസ്ലിമാകട്ടെ, അന്യജാതിക്കാര് കൊണ്ടുപോയി അവർ ഇടകലർത്തി വിടുന്നു. അതുകൊണ്ട് ദൈവമക്കൾ ഉണരണം, പ്രാർത്ഥിക്കണം, അവർക്ക് ഉപദേശം കൊടുക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹമായ രീതിയിൽ ഹാലലൂയ എന്ന വചനം പറയുമ്പോൾ ചരിത്ര സംഭവങ്ങൾ വെളിപ്പെടുത്തി നമ്മുടെ സഭ ഇല്ല എങ്കിൽ ഇന്ന് പല വ്യക്തികളുടെയും, ഈവൻ പാസ്റ്റർമാരുടെ മക്കൾ പോലും അന്യജാതിയിൽ ഇടകലർന്നുകൊണ്ടിരിക്കുന്നു. കാരണം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, ശത്രു ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് തേടി നടക്കുന്നു. സ്തോത്രം. അവിടെ അങ്ങനെ ആ ചരിത്രം മുമ്പോട്ട് കയറി വരുമ്പോൾ ഈ ഹാലലൂയ ഇവിടുന്ന് പിന്നെ വരുന്ന 2 ഗോത്രം, അത് ബാബിലോൺകാർ പിടിച്ചുകൊണ്ടുപോയി. ബാബിലോണിൽ ഇരിക്കുമ്പോഴാണ് നെഹമ്യാവിനെ, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, നെഹമ്യാവിന് ഒരു ആത്മപ്രേരണ, അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ വാർത്തയനുസരിച്ച് ഈ വാർത്തയ്ക്ക് ഹാലലൂയ അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ഓർഡർ കൊടുത്തു. അങ്ങനെ താൻ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വരുന്നു. യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇവിടെ ശമരിയുണ്ട്, യഹൂദിയുണ്ട്. പക്ഷെ എല്ലാം ശൂന്യമായി കിടക്കുന്നു, സകലതും നാശക്കോട്ടയായി കിടക്കുന്നു, മതിൽ പണിയാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നം. ഈ ഹാലയിലെ സമയം പണി ആരംഭിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോൾ ശമരിയയുടെ അന്നത്തെ നേതാക്കന്മാരില് 2 പേരായിരുന്നു സൻബല്ലത്തും തോബിയാബും. ഒരു ഹാലയിലെ ഇവർ മതില് പണിക്ക് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും സഭ എവിടെയെങ്കിലും തുടങ്ങുകയോ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനം ആരംഭിക്കുകയോ, ദൈവദാസന്മാരാകട്ടെ നമ്മുടെ കുടുംബങ്ങളാകട്ടെ, ഇതുപോലെ തുരങ്കം വെക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് ആലോചന തരുന്നു. നാം നല്ല പ്രവർത്തിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി ആരെല്ലാം ഹല്ലേലൂയ രംഗത്ത് വരുന്നു, അവരെ തകർക്കുവാനായി ചില വ്യക്തികൾ മാനുഷ്യ കരങ്ങളിൽ കൂടെ പൈശാചികൻ കടന്നു വരുമെന്നുള്ളത് നാം ഓർക്കണം. ഇന്ന് ഉത്തർപ്രദേശ് അതുപോലുള്ള
ഛത്തീസ്ഗഡ് എന്തിനു പറയുന്നു? നോർത്ത് ഇന്ത്യ മാത്രമല്ല, കേരളം ഉൾപ്പെടെ ദൈവമക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അന്ധകാര ശക്തി അവനാളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ് വരുവാൻ പോകുന്നു. അത് മാത്രവുമല്ല, ഇങ്ങനെയുള്ള പ്രവണതകൾ കാണുമ്പോൾ നാം അടങ്ങിയിരിക്കരുത്. പ്രാർത്ഥിച്ച് ജയമെടുത്തുകൊണ്ട് അവന്റെ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് നാം അടിയറ പറയാതെ ദൈവമക്കൾ മുമ്പോട്ട് കടന്നു വരണമെന്നാണ് ഈ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സൻബല്ലത്തും തോബിയാവും കടന്നു വന്നപ്പോൾ നെഹെമ്യാവ് 2:20 പറയുന്നു, ഞങ്ങൾ മതിൽ പണിയും. ഹല്ലേലൂയ. ഞങ്ങൾ പണിയുന്ന മാത്രമല്ല, നിങ്ങൾക്ക് യെരൂശലേമിൽ ഒരു ഓഹരിയും ജ്ഞാപകവും ഇല്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവമക്കൾക്കുള്ള നന്മകളെ കെടുത്തിക്കളയുവാൻ സൻബല്ലത്തും തോബിയാവും പറഞ്ഞതുപോലുള്ള വ്യക്തി ജീവിതങ്ങൾ ഉടലെടുത്തു വരുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ദൈവമക്കൾ മുന്നേറുവാൻ, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, അത് നിങ്ങളുടെ കുടുംബ ജീവിതമാകട്ടെ, അത് നിങ്ങളുടെ ആത്മീയ നിലവാരമാകട്ടെ, അത് നിങ്ങളുടെ ഹല്ലേലൂയ വിശ്വാസ ഗോളമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സഭയാകട്ടെ, തകർത്ത് കളയുവാൻ നോക്കുന്ന അന്ധകാര ശക്തിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറ, നിനക്ക് ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പണിയും, ഞങ്ങൾ സഭ സ്ഥാപിക്കും, ഞങ്ങൾ കർത്താവിന് വേണ്ടി പോരാടും. നിത്യതയിലേക്ക്, യേശുവിന്റെ വരവെങ്കിലേക്ക് ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കുവാൻ ഞാൻ നിലകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആരാണ് തന്റെ ഇടമായി നിൽക്കുന്നത്? ഇവിടെയാണ് ദൈവത്തിന് ആവശ്യം. ഒരു പ്രതികൂലം കണ്ട് തകർന്നു പോകാനാണ്. ഒരു സൻബല്ലത്തും തോബിയാമോ അത് വരുവന്നേ, അത് അവന്റെ ജോലി. നമ്മുടെ ജോലി അത് കണ്ട് അടങ്ങിയിരിക്കുകയല്ല. എനിക്ക് 2 പ്രാവശ്യം നോർത്ത് ഇന്ത്യ കിടന്ന് ഞാൻ അടികൊണ്ട മനുഷ്യനാണ്. ഞാന് അന്ന് തകർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കല് ബഹദൂർഘട്ട് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് ഞങ്ങള്, അതായത് റോത്തക്കിലേക്ക് പോകുന്ന റോഡ്, ഹരിയാന, അവിടെ വെച്ച് ആദ്യ അടികൊണ്ട് 15 ബൈബിളും അവന്മാർ വാങ്ങിച്ച് കത്തിച്ചു. എന്റെ ഗോസ്പൽ പാക്കറ്റ് വാങ്ങിച്ച് കത്തിച്ചു. അങ്ങനെ ഞങ്ങളെ 3 പേരെ അടിച്ചു. അപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ പോയി. ആദ്യത്തെ അടി എനിക്കായിരുന്നു. എന്നെ അടിച്ചു. അത് കഴിഞ്ഞ് ബാബുവിനെ അടിച്ചു. അത് കഴിഞ്ഞ് വേറൊരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സഹോദരനെ അടിച്ചു. അങ്ങനെ ഞങ്ങളെ 3 പേരെ അടിച്ചു. പക്ഷെ അവര് വിചാരിച്ചു ഞങ്ങൾ ബൈബിൾ എല്ലാം കൂടെ കത്തിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ ടീം വേറെ ഉണ്ട്, അവരെ നിന്ന് ഞങ്ങൾ മേടിച്ചു കൊടുത്തു. അവസാനവന്മാർ ഉച്ചയ്ക്ക് എന്നെയും തപ്പി നടക്കും. ഞങ്ങൾ ഈ 3 പേരെയും തപ്പി നടക്കുകയായിരുന്നു. ഇവന്മാര് അടി കിട്ടിയിട്ട് ഇവന്മാര് പോവുകയല്ലോ എന്ന് പറഞ്ഞ്. പക്ഷെ കൃപയാൽ അന്ന് ഒരു വീട്ടിൽ ഞങ്ങൾ കയറി ഇരുന്നത് കൊണ്ട് അവര് ഞങ്ങളെ കണ്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ കാണത്തില്ലായിരിക്കും. പക്ഷേ ശുശ്രൂഷ അവസാനിച്ചില്ലെങ്കിൽ ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്ലാന്, ദൈവിക പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ അത് നടന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. ദൈവത്തിന് നന്ദി, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെയും നാം ധൈര്യത്തോടെ നിൽക്കുവാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. നന്ദിയോട് സ്തോത്രം. വചനമില്ലാതെ പോകുമ്പോഴാണ് ജനം പരിജ്ഞാനക്കേട് കാണിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന നടക്കാത്തത് കൊണ്ട് ഒരുവന്റെ ആത്മീയം നഷ്ടപ്പെട്ടെന്ന് വചനത്തിൽ എഴുതിയിട്ടില്ല. നീ അന്യഭാഷ പറയാത്തത് കൊണ്ട് നിന്റെ ആത്മീയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുള്ളത് വചനമില്ലാത്തത് കൊണ്ട്. ഇതാണ് സംഭവം. നമ്മുടെ സഭകളിൽ നിന്നൊക്കെ എല്ലാം വചനവും കുറെയൊക്കെ അന്യപ്പെട്ടു പോയിരിക്കുകയാണ്. എല്ലാം മറ്റൊരു തലത്തിലേക്ക്. വചനം പഠിപ്പിക്കണം, ആധികാരികത പഠിപ്പിക്കണം, ഇതിന്റെ പിന്നാമ്പുറം പഠിപ്പിക്കണം. എങ്ങനെയാ ഇതെല്ലാം കടന്നു വന്നെന്ന്. സ്തോത്രം. വിശദമായി നാം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ മാത്രമേ ദൈവവചനത്തിന്റെ ഉള്ളിൽ ആ വിത്ത് കിളിച്ചു വരികയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. ശമരിയ പട്ടണത്തിൽ സൻബല്ലത്തും തോബിയാവും എല്ലാം ഹല്ലേലൂയ അങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നെഹമ്യാവ് ആദ്യത്തെ പ്രാവശ്യം വന്നിട്ട് വീണ്ടും ബാബിലോണിൽ പോയി വീണ്ടും ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആലയമുണ്ട്. പക്ഷേ അതുപോലെ ഇവിടെ എന്തില്ല? ഈ പുരോഹിതനില്ല. സ്തോത്രം. പുരോഹിതനില്ല. ആൾക്കാർക്ക് ആരാധിപ്പാൻ ഒന്നുമില്ല. ആകെ പ്രശ്നമായി കിടക്കുന്നു. മാത്രവുമല്ല, ശമരിയർ ഒരു ആലയം കൂടെ പണിതു. ഇത് നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ. അന്ന്
ഈ ശമരിയ പട്ടണത്തെ അന്ന് അവിടെ അല്ലെങ്കിൽ ഈ യെരൂശലേമിൽ നെഹമ്യാവ് ഒരു പുരോഹിതനെ നിയമിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് എലീശാബ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ. അദ്ദേഹം മഹാപുരോഹിതനാണ്. പക്ഷെ ഇദ്ദേഹം മേഖലയില് അവിടെ ആരാധന അവിടെയും കൂടെ ആരാധന നടക്കട്ടെ എന്ന് പറഞ്ഞ് ആരാധനയൊക്കെ നടന്നുകൊണ്ട് വരുമ്പോ ഇദ്ദേഹം കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് തോബിയാവ് എന്ന് പറയുന്ന, അതായത് സൻബല്ലത്തും തോബിയാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുമായി ഇദ്ദേഹം ലവായി അല്ലെങ്കിൽ സ്നേഹമായി മഹാപുരോഹിതനാണ്, യഹൂദനാണ്. പക്ഷെ അദ്ദേഹം വിവാഹം കഴിച്ചത് അന്യജാതി. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകട്ടെ, നമ്മുടെ മേഖലയിലെ സഭകളിലാകട്ടെ, ഒരു വിവാഹം നടക്കട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കി വേണം നമ്മൾ അതിന്റെ വചനം അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. നടക്കോ നടന്നില്ലെങ്കിൽ ചിലവർ നിർബന്ധം പിടിക്കും, ശരി അങ്ങ് വിട്ടേക്ക്. പക്ഷെ ഒരു കാര്യം, ദൈവവചനത്തിന് വിരുദ്ധമായി നാം നിൽക്കരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നിൽക്കാൻ സഭ. ഇവിടെ മഹാപുരോഹിതൻ ഇങ്ങനെ കാണിച്ചാൽ പിന്നെ ജനങ്ങൾ എങ്ങനെ ആയിരിക്കും? ഇപ്പൊ ജോൺ പോൾ തരികട കാണിച്ചാൽ ജോൺ പോളിന്റെ സഭയിലെ വിശ്വാസികളും തരികട കാണിക്കും. പ്രൈസലോ, ആരാ ചോദിക്കായിരിക്കും? ആമേൻ, പ്രൈസലോ. അപ്പോ ഈ രീതിയിൽ കടന്നു വന്നു. ജനം തോന്നിയതുപോലെ നടന്നു, ആകെ പ്രശ്നമായി. അങ്ങനെ ഇരിക്കുമ്പോഴ് ഇവിടെ ഹല്ലേലൂയ വീണ്ടും നെഹമ്യാവ് കടന്നു വന്ന് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ സംഗതി ഇങ്ങനെയാണ്. ഇതായത് കൊണ്ട് നെഹമ്യാവ് എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഈ തോബിയ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് പുറത്താക്കാൻ പറഞ്ഞു. അപ്പൊ പുറത്താക്കിയപ്പോൾ മഹാപുരോഹിതൻ എലീശാബും പുറത്തായി. ഇദ്ദേഹം വന്നു, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചെന്ന് തന്റെ അമ്മായി അപ്പനായ തോബിയാവിനോട് പറഞ്ഞു, ഇന്നതാണ് വിഷയം. ഇദ്ദേഹത്തിന് മഹാപുരോഹിതൻ സ്ഥാനം പോയി കഴിഞ്ഞാൽ വരുമാനമില്ല, നന്മയില്ല, പ്രൗഢിയില്ല, പേരില്ല, പെരുമയില്ല. പക്ഷെ ഇദ്ദേഹത്തിന് പേരും പെരുമയും വേണം. അപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കള്ളത്തരവും കാണിക്കണം. സ്തോത്രം, പ്രൈസലോ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ സത്യത്തിന് നിലകൊള്ളണം, ദൈവവചനത്തിന് നിലകൊള്ളണം. അത് ഏത് മേഖലയായിരുന്നാലും നാം സത്യത്തിന് നിലകൊണ്ടാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നാം അനുഗ്രഹിക്കപ്പെടും. നോക്കണേ, അങ്ങനെ മേഖലയിലെ ഈ തോബിയാവ് ഒരു തന്ത്രം ഉപയോഗിച്ച് അങ്ങനെയാണ് ഈ പ്രശ്നം ആരംഭിച്ചത്. പറഞ്ഞു, ഇതിനൊരു വഴിയുണ്ട്. എന്താണ്? നിന്റെ ആലയത്തിലിരിക്കുന്ന ന്യായപ്രമാണ പുസ്തകം ഞാൻ എടുത്തുകൊണ്ട് വാ, പ്രവാചക പുസ്തകം. അവര് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽ എന്ന് എഴുതിയിരിക്കുന്ന അടുത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ശമരി എന്നങ്ങ് എഴുതണം. പ്രൈസലോ, ആമേൻ. തിരുത്തണം. ഇതാണ് മുസ്ലിങ്ങൾ പറയുന്നത്, ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ പറയുന്നത് ഇതാണ്. പക്ഷെ ഈ ബൈബിൾ നമ്മുടെ കയ്യിലില്ല കേട്ടോ. സ്വത്രം. ഇസ്രായേല് യെരൂശലേം എന്നുള്ള സ്ഥലത്ത് യെരൂശലേം എന്നുള്ള സ്ഥലത്ത് ശമരി എന്ന് എഴുതണം. ഇസ്രായേൽ എന്നുള്ള സ്ഥലത്ത് ശമരി എന്ന് എഴുതണം. അങ്ങനെ വന്നപ്പോ രണ്ട് ബൈബിളായി. ഒരു ബൈബിൾ യൂദന്മാരുടെ കയ്യിൽ തോറ മേഖലയിൽ ഇരിക്കുന്നു, മറ്റൊരിടത്ത് മേഖലയിൽ തിരുത്തപ്പെട്ട പുസ്തകവും ഇരിക്കുന്നു. ഇന്നും ചില ഉപദേശങ്ങൾ അങ്ങനെ. പ്രൈസലോ. ബൈബിൾ വചനത്തെ തകർത്തുകൊണ്ട് യഥാർത്ഥ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉപദേശങ്ങൾ വരുമ്പോ മേഖലയിലെ തമ്പുരാൻ അതിനെ തകർക്കുക തന്നെ ചെയ്യും. സ്വതന്ത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വചനത്തിന്, ദൈവം തന്ന വചനത്തിന് നാം കീഴ്പ്പെട്ടിരിക്കണം. ഞാൻ അതിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പോ ഒത്തിരി ഒന്നും പോകുന്നില്ല. വേഗത്തിൽ ഞാൻ ഇങ്ങനെ കമ്പിവാചകത്തിൽ കയറി വരികയാണ്. സ്വതന്ത്രം. അങ്ങനെ ഈ സംഭവം നടന്നു. ഇവിടെ ആരാധനകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ സഹോദരൻ ഹല്ലേലൂയ ഈ പട്ടണത്തെ തകർത്തു. ഈ പട്ടണത്തെ തകർക്കുന്നതിന് മുമ്പ് അതിന്റെ സ്ഥലത്ത് ഈ ശമര്യയിൽ ഒരു പർവ്വതമുണ്ട്. അതിന്റെ പർവ്വതത്തിന്റെ പേരാണ് കോരേശ്, മൗണ്ട് കോരേശ് എന്നാണ് അതിന് പറയുന്നത്. സ്തോത്രം. മൗണ്ട് സീനായി ഉണ്ട്,
മൗണ്ട് കോരേസ് ഉണ്ട്. മൗണ്ട് കോരേസ് എവിടെ? ശമരിയയിൽ. അവിടെയാണ് ഇവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കര ആരാധനയാണ്. ഇന്നും ഇതുപോലെയാണ്. ചില മൗണ്ട് കോരേസുകളുണ്ട്. അവിടെയാണ് ബർമുടയിട്ടുള്ള ആരാധന, അവിടെയാണ് പല തന്ത്രങ്ങളുള്ള ആരാധന, അവിടെയാണ് കൈകളില് യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ജനിച്ചു, മരിച്ചു, ഇതിന്റെ ചിഹ്നങ്ങൾ കാണിക്കുന്ന വളയങ്ങൾ ഇതെല്ലാം ഇട്ട് ഒരു ചെറിയൊരു കമ്മലും ഒരു ഫ്രീക്ക മുടിയൊക്കെ വെച്ച് ആരാധന. പ്രൈസ് ദ ലോർഡ്. ഇവരാണ് യേശുവിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. കാരണം കർത്താവ് താണു നിൽക്കുന്നത് കൊണ്ട്. ജീസസ്, വി ആർ ലിഫ്റ്റഡ് യു. മൗണ്ട് കോരേസിന്റെ ആരാധന വെളിപ്പെട്ടു കഴിഞ്ഞു. ഇതിനെ തമ്പുരാൻ തകർക്കും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷിക്കാഗോ പ്രയർ മിനിസ്ട്രിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. സത്യത്തിന് വേണ്ടി നിലകൊണ്ടു കഴിഞ്ഞാൽ എന്നല്ലെങ്കിൽ നാളെ ആയിരുന്നാലും വിജയം നമ്മുടെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേഹാലിലെ ഇതിനെ തകർത്തെറിഞ്ഞ് ഈ പ്രദേശത്ത് പിന്നത്തേതിൽ ആമേഹാലിലെ ആരാധനയും നഷ്ടപ്പെട്ടു, അവരുടെ ആലയവും അടിച്ചു തകർത്തു. ജോൺ ഹെലിനിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിനെ നേതൃത്വം കൊടുത്തത്. അങ്ങനെ തകർന്നടിഞ്ഞ് ഇപ്പോൾ അവർക്ക് ആരാധനാലയമില്ല. അവർക്ക് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് അല്ലാതെ മറ്റൊന്നുമില്ലാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ജീവിച്ച ഒരു സഹോദരിയാണ് ശമരിയ സ്ത്രീ. ഈ സ്ത്രീയോട് കൂടെ അപ്പൊ അവരും പറയുന്നത് വരുവാനിരിക്കുന്ന ഒരു മസിഹയുണ്ട്, ആ മസിഹ നമുക്ക് രക്ഷകനായി വരുമെന്ന് ശമരിയരും വിശ്വസിച്ചു. സ്തോത്രം. കാരണമെന്ത്? അവരുടെ കയ്യിൽ എഴുതപ്പെട്ട തോറയെ തിരുത്തി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, വന്ന വഴി ഈ സ്ഥലത്ത് യേശു വന്നിട്ട് അവൻ പറയുന്നത്, നീ ദൈവത്തിന്റെ ദാനമെന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ആൻസർ ഇത്രയേ ഉള്ളൂ. സഹോദരി, മോളെ, നിന്നെ കൊണ്ട് ഈ ദേശം സുവിശേഷീകരിക്കാൻ പോകുന്നു, നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. ഏത് കുപ്പക്കുന്നിലായിരുന്നാലും, ഏത് മോശമായ സ്ഥലത്തായിരുന്നാലും, ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില ദൈവദാസന്മാർ, ഹല്ലേലൂയ, അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അറപ്പും വെറുപ്പോടും കൂടിയാണ് നമുക്ക് അവരുടെ അടുക്കലേക്ക് സമീപിക്കാൻ കഴിയുന്നത്. പക്ഷേ ദൈവം അതിനെ ശുദ്ധീകരിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദേശം പിടിപ്പിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഈ ദേശത്തിൽ വന്ന് യേശു ഡയലോഗ് അവിടെ പറയുമ്പോൾ പറയാണ്, നീ നിന്നെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, ആനയ്ക്കാനയുടെ ബലം അറിഞ്ഞുകൂടെന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് മനസ്സലിവോർത്ത് പറയട്ടെ, നമ്മുടെ ബലം നമ്മൾ തിരിച്ചറിയും. ഹല്ലേലൂയ. നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ്, ഞാനൊരു 3 പോയിന്റ് സാധാരണ ഇങ്ങനെ പറയാറുണ്ട്. 1, നെടുമ്പാട വീഴണം. 2, ഹല്ലേലൂയ, ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. 3, പോരാടണം, മല്ല് പിടിക്കണം, എടുത്തോണ്ടേ വരാവൂ. ഉദ്രം, ഹല്ലേലൂയ. ഈ വിഷയം എങ്ങനെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ, തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും മറികടന്നൊന്നും പോകത്തില്ലെന്നേ. നമ്മൾ കർത്താവിന്റെ മക്കളല്ലേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തട്ടെ. ഇവിടെ ഒരു മാനസാന്തരം കൂടെ നടക്കുകയാണ് ഈ സഹോദരിക്ക്. അപ്പൊ ഈ മാനസാന്തരത്തിന്റെ നിർവചനം നമുക്ക് ഒരുപാട് നിർവചനം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഞാനും ഒരു നിർവചനം നിങ്ങളോട് പറയുകയാണ്. ഞാനായിട്ടെന്നല്ല, അതിന്റെ ആശയവുമായി ബന്ധപ്പെട്ട്. 1, മാനസാന്തരത്തിന്റെ അനുഭവം എന്ന് പറയുമ്പോ അപ്പൊ ചോദിക്കും, പാസ്റ്ററെ, നമ്മളെല്ലാം ദൈവദാസന്മാർ, ഇനി മാനസാന്തരത്തിന്റെ ദൂത് വേണ്ട, ഇത് മറ്റുള്ളവർക്കെങ്കിലും കൊടുക്കാം, അത്രേ ഉള്ളൂ. ദൈവദാസന്മാരെ നമ്മൾ മാനസാന്തരപ്പെടുത്താനല്ല. ഗ്ലോറി. മാനസാന്തരത്തിന്റെ ദൂത് ഇത്രയേ ഉള്ളൂ. 1, വീട് തീ കത്തിക്കണം. ചേടാ, ഈ മനുഷ്യൻ വെളുപ്പാൻ രാവിലെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1, വീട് തീ കത്തിക്കണം. 2, കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം. 3, ഇറങ്ങി ഓടുമ്പോ വിളിച്ചു തലയിൽ കൈവച്ച് വേണമെങ്കിൽ വിളിച്ചു പറയണം, ഞാൻ ഇനി തിരിച്ചു വരത്തില്ല, ഈ ഭാഗത്തേക്കേ വരത്തില്ല. ഇതാണ് മാനസാന്തരം. ഗ്ലോറി.
വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? കത്തിക്കണം. തീയിൽ ചാടരുത്. സ്തോത്രം. നമ്മൾ തീയിൽ ചാടത്തില്ല. നമ്മൾ കത്തിക്കണം നമ്മുടെ ശരീരം. ആമിഹല്ല, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവം നമുക്ക് തന്ന ഈ മൺകൂടാരത്തെ നാം കത്തിക്കുമ്പോൾ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരീകമായിട്ടുള്ള കത്തിപ്പല്ല, ആത്മീയമായി ഇതിനെ ഞെരുക്കി കത്തിക്കുമ്പോൾ പുതിയൊരു ഹല്ലേലൂയ. അവൻ അത് കഴിഞ്ഞിട്ട് തീ കത്തിക്ക് ചൂടടിച്ചു കഴിഞ്ഞാൽ ഓടണം. സ്തോത്രം. ദൈവമക്കൾ നമ്മുടെ സുവിശേഷം പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഈ കുടിയും ബഹളവും ഒക്കെ ആയിരുന്നു അവരോടെല്ലാം പറയുമ്പോൾ ഞാൻ ഇതിന്റെ വിശദീകരിച്ചങ്ങ് പറയും. മണിക്കൂറുകൾ എടുക്കും. ഇത് പറയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയല്ല. ഓടണം. ഓടുമ്പോ വിളിച്ചു പറയണം, വായ് കൊണ്ട് ഏറ്റു പറയണം, ഇനി ഞാൻ തിരിച്ചു വരത്തില്ല. അങ്ങനെയുള്ളവരാണ് ഷെക്കോവ മിനിസ്ട്രിയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെ കൊണ്ട് തമ്പുരാൻ ചെയ്യിക്കുവാൻ പോകുന്ന വലിയ വലിയ പ്രവർത്തികൾ ഇനിയും കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ സഹോദരിയെ ഇവിടെ ഒരു കർത്താവ് പറയുകയും ആ സ്ത്രീ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരികയും അവർ ആ ദേശം സുവിശേഷീകരിക്കുകയും ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാൻ ഇതിന്റെ ചരിത്രം പറഞ്ഞ് അത്രേ പറഞ്ഞോളൂ. മറ്റുള്ള ഭാഗങ്ങളൊന്നും, കാരണം നിങ്ങൾ ഒരുപാട് പ്രസംഗിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഈ സഹോദരി വരുമ്പോ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സഹോദരി ഇവിടെ വരുമെന്നും ഇങ്ങനെ ഈ സഹോദരിയിൽ കൂടാണ് അവിടെ ആ പട്ടണം വിശ്വാസത്തിൽ വരുമെന്നും ദൈവം കണ്ടപ്പോൾ സാത്താനും ഇതിനെ കണ്ടു. നോക്കണേ, കൊല്ലാപ്പ് വരുത്തി വെച്ചത് ഈ സഹോദരിയെ 5 വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് തെറ്റിച്ചോടിച്ചു. പിശാച് നോക്കിക്കൊള്ളണം. എന്നിട്ട് ഇപ്പോഴുള്ളതോ നിന്റെ ഭർത്താവല്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ. നമ്മുടെ അല്ല, ഇപ്പോഴുള്ള ഗ്രൂപ്പുകളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ. ലീഗലായിട്ടുള്ള മാരേജ് അല്ല, ലിവിങ് ടുഗദർ എന്ന് അങ്ങനെ ഒരു കുറെ ടൈപ്പുകളുണ്ട്. എനിക്കൊരു ദൈവദാസന്റെ മകളെ തന്നെ അറിയാം. അവൾ ലിവിങ് ടുഗദറായി. ഇപ്പൊ അവരെ ഒരുമിച്ച് കല്യാണം കഴിപ്പിക്കുന്നത് വാസം കഴിഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യാൻ? വഴിവിട്ടു പോയി, ദൂരെ പഠിപ്പിക്കാൻ വിട്ടു. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. ഗ്ലോറി. അപ്പനോ അമ്മയോ ബന്ധുക്കളോ ആരെയും പേടിയില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ആണ് നമ്മുടെ ശമരിയ സഹോദരി. അവര് 5 ഭർത്താക്കന്മാർ ലീഗലായിട്ട് പോകാൻ കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. പക്ഷെ 6ാമത്തവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറിൽ ജീവിക്കുക. പക്ഷെ ഇവളെ കൊണ്ടാണ് തമ്പുരാൻ ഹല്ലേലൂയ ആ ദേശം പിടിപ്പിച്ചത്. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞു, അവൾ സ്വയം കത്തി നശിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ സ്വയം കത്തി നശിച്ചു. അവളുടെ ശരീരമല്ല, അവളുടെ സ്വഭാവം സ്വയം കത്തി നശിച്ചു. ഹല്ലേലൂയ. അവൾ അവിടെ നിന്ന് ഇറങ്ങിയോടി. അവളുടെ സ്വഭാവത്തിൽ നിന്ന് അവൾ ഇറങ്ങിയോടി. അവൾ വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചു വരത്തില്ല. അവളാണ് ആ ശമരിയ പട്ടണം സുവിശേഷീകരിച്ചെങ്കിൽ നമ്മുടെ ഷിക്കോഗോ മിനിസ്ട്രിയിലെ വിശ്വാസത്തിലിരിക്കുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ സഭയിലെ വിശ്വാസികളെ നാം പഠിപ്പിക്കണം. അവരെ ഹല്ലേലൂയ പറഞ്ഞു, നീ ഒരു 5 പേർ അല്ലെങ്കിൽ ഒരു 10 പേർക്ക് നീ പ്രാർത്ഥിക്കണം. അവരോട് പറയരുത്, നീ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ബുക്കിൽ ആരെയും കാണിക്കണ്ട, അവരോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ സഭയിൽ ആത്മാക്കൾ കൂടുന്ന മുതല സത്യത്തിന് നിലകൊള്ളുന്ന വിശ്വാസികളെ നമുക്ക് വാർത്തെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറഞ്ഞത്. നീ നിന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം. നമ്മുടെ വിശ്വാസ കുടുംബങ്ങളെ നമുക്ക് പഠിപ്പിക്കാം. നീ നിന്നെ ഒന്ന് അറിയണം. സ്തോത്രം. നീ നിന്നെ അറിഞ്ഞാൽ നീ പിന്നെ പാപപ്രവൃത്തിക്ക് തന്നെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ഓടിമറയും. ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. കൂടിയിരുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ വന്ദനവും ഇതിനെ ക്ഷണിച്ച അനി പാസ്റ്റർ, അതുപോലെ തന്നെ കോശി ബ്രദർ, എല്ലാവർക്കും, ഇതിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവേശുവിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ മെസ്സേജ് പറയുവാൻ കൃപ തന്ന ദൈവത്തിനും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസൻ വളരെ രസകരമായിട്ട്, വളരെ ആഴമായിട്ടുള്ള ചില സത്യങ്ങളാണല്ലോ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്ത് നിന്നുമാണ് ആ സ്ത്രീ
വളരെ മോശമായിട്ടുള്ള അന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം ശമരിയക്കാരെ തന്നെ ഇസ്രായേൽ ജനത ശപിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അതായത് ഇസ്രായേൽ ജനതയിൽ നിന്ന് വേറിട്ട് പോയി മറ്റുള്ള ജാതികളുമായി ആ, വിവാഹം കഴിച്ച വന്ന ഒരു സങ്കരവർഗമാണ് ആംഗ്ലോ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ പോലെ. ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പം ഇനി ഇന്ത്യക്കാരെ വിവാഹം കഴിച്ച അങ്ങനെ ഉണ്ടായ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു സങ്കരവർഗമായിരുന്നു ശമരിയക്കാര്. ആ ശമരിയക്കാരെ ഈ ഇസ്രായേൽ ജനത ഏറ്റവും വെറുത്തിരുന്നു. അവർ ശപിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അതുവഴി അവർ പോകത്തില്ലായിരുന്നു. യാതൊരുവിധ ബന്ധവും അവരുമായിട്ടില്ലായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ആ സ്ത്രീയോടാണ് കർത്താവ് പറഞ്ഞത്, നീ ആരാണ്? നീ ദൈവത്തിൻ്റെ ദാനമാണ്. നീ ശപിക്കപ്പെട്ടവളല്ല, നീ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കറിയാം, അവൾ 5 വിവാഹം കഴിച്ചു. ഇനി അവൾ കഴിച്ച് ഇനി വിവാഹം കഴിച്ചിട്ട് എന്താ കാര്യം? ഇനി ഇത്രയും വിവാഹം കഴിച്ച് എന്നാൽ ഇനി വിവാഹം കഴിക്കാതെ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ആ കർത്താവ് അങ്ങനെയുള്ള ലോകപ്രകാരം ഏറ്റവും മോശമെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ത്രീയെ തന്നെയാണ് കർത്താവ് ആ ഗ്രാമത്തെ മുഴുവൻ, ആ ശമരിയെ മുഴുവൻ നേടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ചർച്ചകളിലൊക്കെ, പെന്തിക്കോസ് ചർച്ചകളിലൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുകയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവാഹ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന ആളുകളെ ഒരു കാരണവശാലും അടുപ്പിക്കാതിരിക്കുകയും അവർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയുള്ളൊരു സ്ത്രീയെയാണ് ആ സുവിശേഷീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ആ സ്ത്രീ കർത്താവുമായിട്ടുള്ള ആ സംസാരത്തിൻ്റെ ആ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് കർത്താവിനുള്ള കണ്ടപ്പോൾ പറയാം, നീ ഒരു യഹൂദനാ, പിന്നെ നീ എന്തിനാ ഈ ശമരിയക്കാരെ എന്നോട് വെള്ളം ചോദിക്കുന്നത്? ഒന്നായിട്ട് അവൾക്ക് മനസ്സിലായി അതൊരു യഹൂദനാ, വേഷത്തിൽ നിന്നൊക്കെ മനസ്സിലായി ഒരു യഹൂദ ആണെന്ന് മനസ്സിലായി. 9-ാമത്തെ വാക്യത്തിൽ അവിടെ നീ ഒരു യഹൂദനായിരിക്കും എന്നോട് എന്തിനാ സംസാരിക്കുന്നത്? 11-ാമത്തെ വാക്യത്തിൽ അവൾ യഹൂദൻ എന്നുള്ള മാറി യജമാനനെ എന്ന് വിളിക്കുകയാണ്. കർത്താവ് വെള്ളം കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അവൾ പറയും യജമാനനെ എന്നായി വിളി. 19-ാമത്തെ വാക്യം വരുമ്പോൾ അവൾ പറയാണ് നീ ഒരു പ്രവാചകനാണ്. യജമാനൻ മാറി പ്രവാചകനായി അടുത്ത ഒരു തലത്തിലേക്ക്, ഉയർന്നൊരു തലത്തിലേക്ക് പോയാണ്. 29-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ അവൾ പറയാണ് നീ യഥാർത്ഥമായിട്ട് ഈ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ക്രിസ്തു ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുകയാണ്. പ്രിയമുള്ളവര്, എത്ര ശക്തമായിട്ടുള്ള അവിടെ ഒരു ദർശനമാണ്. ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായി, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ നിന്നും മോശമായിട്ടുള്ള ജീവിതം നയിച്ചതായ ഒരു സ്ത്രീ ആയിട്ട് പോലും അവൾക്ക് അന്ന് മഹാപുരോഹിതന്മാരും വലിയ വലിയ ശാസ്ത്രിമാരും പ്രവാചകന്മാരും ഒക്കെ, അല്ലെങ്കിൽ വലിയ സമൂഹത്തിലെ വലിയ മത നേതാക്കന്മാര്, രാജാക്കന്മാരും അധികാരികളും ഒക്കെ അവർക്ക് പോലും മനസ്സിലാകാതിരുന്ന ആ ഒരു സത്യമാണ് അവൾ പറയുന്നത്. ആ ഒരു ദർശനമാണ് അവൾക്ക് ലഭിച്ചു. അവൾ പറയുന്നത് നീ ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കും എന്നവൾ പറയുകയാണ്. അതുകൊണ്ടുകൂടെ ആയിരിക്കാം കർത്താവ് അവളെ തന്നെ തിരഞ്ഞെടുത്ത് അവളിലൂടെ ആ ഗ്രാമം മുഴുവൻ, ആ ശമരിയ പട്ടണം മുഴുവൻ കർത്താവിലേക്ക് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആ കർത്താവിൻ്റെ ആ ദർശനം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മൾ വിനയമുള്ളവരായി തീരുമ്പോൾ നമ്മളിലൂടെ കർത്താവിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു ആ ദൈവദാസന്മാരായി ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് അവർക്കൊന്നും ഇവിടെ മാനസാന്തരം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും മാനസാന്തരം വേണം. ഈ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു ആത്മീക നേതാവായിരുന്ന, എക്യുമെനിക്കൽ നേതാവായിരുന്ന ലെസ്ലി ന്യൂബിഗൻ, അദ്ദേഹം ഒരു ബിഷപ്പൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഐ ആം സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. ഐ ആം ബീയിങ് സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഐ വിൽ ബി സേവ്ഡ്, ഞാൻ രക്ഷിക്കപ്പെടും. അതായത് ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് രക്ഷയൊന്നും വേണ്ട, ഞാൻ എല്ലാം ശരിയായി, ഞാൻ നീതിമാനായി, ഇനി എനിക്ക് അങ്ങനെയല്ല. നമ്മൾ പൗലോസ് പറഞ്ഞ നിങ്ങൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളുക. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു, വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത വലിയ വലിയ ദേവദാസന്മാര് എത്ര ശോചനീയമായിട്ടുള്ള രീതിയിൽ വീണ് അവരാരുമല്ലാത്തവരായി ഒന്നുമല്ലാത്തവരായി തീർന്നു പോയ ചരിത്രങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ തന്നെ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടിനി ഞാൻ എല്ലാം കഴിഞ്ഞ് ഇനി ആരുടെ ആവശ്യമില്ലെന്ന് പറയല്ല. കർത്താവെ, ഞാൻ മാനസാന്തരപ്പെട്ട, എന്നെ ഈ മാനസാന്തരത്തിൽ നിലനിർത്തണേ, ഞാൻ മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണേ. ഓരോ ദിവസവും നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകളും ചിന്തകളും ഒക്കെ
എത്ര മാനസാന്തരം നമുക്ക് ആവശ്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ ആ നമ്മൾ ആ ദർശനത്തിൽ നമുക്ക് നിലനിൽക്കാം. കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്ത്രീയെ സ്വപ്നത്തിൽ പോലും അവൾ വിചാരിച്ചില്ല അവൾ അങ്ങനെ ഒരു ഒരു പട്ടണം മുഴുവൻ സുവിശേഷീകരിക്കുന്നതിന് വേണ്ടി അവളെ ഉപയോഗിക്കുമെന്ന് അപ്പോസ്തലന്മാരാരും വിചാരിച്ചില്ല. അപ്പോസ്തലന്മാർ വന്നപ്പോൾ ഉണ്ട് കർത്താവ് ഒരു സ്ത്രീയോട്, ഒരു ശമരക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരതിശയിച്ചു പോയി. ഒരു യഹൂദ റബ്ബി സാധാരണ സ്ത്രീയോടൊന്നും സംസാരിക്കുന്ന ആളല്ല. ഇപ്പം നമ്മൾ ഭാഷ റോഡ് സൈഡിൽ ചെന്ന് ഒരു സ്ത്രീയോട് സംസാരിച്ച ആളുകൾ നോക്കും, ഇവൻ എന്താണ് ഇവിടെ എന്താ കാര്യം എന്ന് നോക്കൂ എന്ന് പറഞ്ഞ പോലെ അവർ നോക്കുക, ഇതെന്താണ് ഞങ്ങളുടെ ഗുരു എന്തോ ഒരു സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുന്നു, അതും ഒരു 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 സാധാരണക്കാരി അല്ലെങ്കിൽ ആരാ എന്തോ അതൊന്നും അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സ്ത്രീയോട് എന്തോ സംസാരിക്കുന്നതെന്ന് അവരെ അതിശയിക്കുക. എന്നാൽ അന്ന് അവരിൽ കൂടെ പോലും നടക്കാതിരുന്ന ആണ് ഒരു പട്ടണം മുഴുവൻ കർത്താവിലേക്ക് വരുന്നതിന് കർത്താവ് ആ സ്ത്രീ ഉപയോഗിച്ച്. നമുക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രിജുഡിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മുൻവിധികളൊന്നും കൂടാതെ അവരങ്ങനെയാ അവരിങ്ങനെയാ എന്നൊന്നുമുള്ള കർത്താവിൻ്റെ മുന്നിൽ കർത്താവ് എങ്ങനെയാ അവരെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ മുൻവിധികളും ആളുകളെക്കുറിച്ചുള്ള മുൻവിധികളൊക്കെ അതാ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഈ ഈ ശിഷ്യന്മാരൊക്കെ അവരെ കണ്ടിട്ട് വിധിച്ചു, ഓ ഇതോ എങ്ങാണ്ട് കിടക്കുന്ന ഒരു സ്ത്രീ അവരോട് എന്തിനാ അങ്ങനെ അവരുടെ ചിന്ത വന്നത് അങ്ങനെ ആയിരിക്കണം. എന്നാൽ അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ആരെയും വിധിക്കാൻ നിങ്ങൾക്ക് പാടില്ല. നമ്മുടെ ചർച്ചകളിലൊക്കെ കാണുന്നവരെല്ലാം നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കും, അവൻ ശരിയല്ല, ഓ അവർ ശരിയല്ല, അത് അവരോട് എന്നൊക്കെ നമ്മൾ അറിയാതെ നമ്മളങ്ങ് വിധിക്കുക. അതൊന്നും ദൈവം മുമ്പാകെ അത് നിലനിൽക്കത്തില്ല. പ്രിയമുള്ളവർ, ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ ചരിത്രം നോക്കണം, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നങ്ങ് എണ്ണിക്കൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു കുഴപ്പത്തിൽ ചെന്ന് പെടത്തില്ല എന്നാണ് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം അതാണ് കാണുന്നത്. ഇതുപോലെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞതായിട്ടുള്ള ആളുകളെ കൂടെയൊക്കെയാണ് കർത്താവ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായിട്ട് തീരുമാനത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ. അതുകൊണ്ട് തുടർന്ന് നമുക്ക് ആ കർത്താവിൻ്റെ ദാസൻ ജോൺ പോളിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തിയോടുകൂടെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.